ഹലോ, അപ്പോൾ ഒന്ന് ഒരു റിപ്പയറിങ് വീഡിയോ കേട്ടോ. നമ്മൾ വാഷിംഗ് മെഷീന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് അലക്കി കഴിഞ്ഞ് ഉണക്കണ സെക്ഷനാണ് കംപ്ലൈൻറ്റ്, അതായത് സ്പിന്നർ. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, അത് നന്നാക്കി എടുക്കുകയാണ്. അത് സിമ്പിളായിട്ട് ചെയ്യാൻ നമുക്ക് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ റിപ്പയർ ചെയ്യാൻ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം കാണുക. ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ചെറിയ കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് സർവീസ് ചെയ്യാറ് ഒരു എമൗണ്ട് വരും ചെയ്യും, വണ്ടിയിൽ കൊണ്ടുവരാൻ. അപ്പോൾ 4 ദിവസം അവിടെ ഇടേണ്ടി വരും. ആ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ വാഷിംഗ് മെഷീൻ റിപ്പയറിംഗ് കണ്ടു കേട്ടോ. ചെറിയ കംപ്ലൈൻറ്റ് ഒക്കെ നമുക്ക് തീർക്കാം. ഇതിങ്ങനെ പിടിച്ചോണ്ടോ, ഇങ്ങനെ പൊന്തിച്ചാലുള്ള സംഭവത്തിനുള്ളൂ, ഇത് കാണുന്ന വരുന്നില്ല. അപ്പോൾ ഇത് വീടിന്റെ ബാക്ക് ഭാഗത്തായിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, അവിടെ വെച്ചിട്ട് നമ്മളിത് റിപ്പയർ ചെയ്യണം. അല്ലെ വെളിച്ചുള്ള ഭാഗത്ത് വെച്ചിട്ട് 2-3 ഐറ്റം കംപ്ലൈന്റ് ഒക്കെ നമുക്ക് സ്വന്തം തീർക്കാന്നുള്ളൂ. അതിന് വലിയ കോളേജ് പോയി പഠിച്ച ആവശ്യമൊന്നുമില്ല. എന്നാ വരി ഇവിടെ കോഴിക്കോട്. അപ്പൊ നമുക്കിത് കംപ്ലൈന്റ് ഏതാണെന്ന് പറയാം. ഇതിന്റെ എന്താട്ടോ അലക്കണല്ല, ഇതിന്റെ ഈ ഡ്രയറാണ് കേട്ടോ. ഇത് കറങ്ങണില്ല. കരണ്ട് കുത്തി കഴിഞ്ഞാല് എന്താണെന്ന് നമുക്ക് നോക്കാം. വേസ്റ്റ് കുടുങ്ങി കേട്ടോ. അപ്പം അതിന് ചെറിയ ഡ്രസ്സൊക്കെ കഴിഞ്ഞ് കുടുങ്ങി പടലുണ്ട്, അതൊന്നും കാണുന്നില്ല. അപ്പം ഇനി എൻ്റെ കറണ്ട് സംബന്ധമായ പ്രശ്നമൊക്കെ അങ്ങനെ എന്ത് ചെയ്യണം, ഇവിടെ കഴിക്കുക. ഇതിന് മോട്ടറൊക്കെ വർക്കിംഗ് കേട്ടോ. കപ്പാസിറ്ററിന് കംപ്ലൈൻറ്റ് കാണുന്നില്ല. ഇവിടെ വെള്ളം ഒഴുക്കി പോണ ഓസിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അവിടെ ഒന്നും സ്റ്റെപ്പില്ല. അപ്പോൾ അതെന്താ സംഭവിച്ചാല് ഒരുപാട് കംപ്ലൈൻറ്റ് നോക്കി, നമുക്കറിയാവുന്ന കംപ്ലൈൻറ്റ്. ഒന്നുകിൽ ഇതിൻ്റെ ഈ നോബിമെന്ന് അടിയിട്ട് ഇത് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കാനുള്ള വാസർ വലിക്കാനുള്ള വയറുണ്ട്, അത് കംപ്ലൈൻറ്റ് ഇല്ല. പൊട്ടികൾ നോക്കി, കണക്ഷൻ കയറ്റി നോക്കിയൊന്നുമില്ല, കറണ്ടൊക്കെ റെഡിയാണ്. അപ്പോൾ ഇതിന് ഡ്രയർ ഇതിനാണ് പ്രശ്നം. ഇത് ശരിക്കും കറങ്ങണില്ല കേട്ടോ. ഇതൊരു ആവറേജ് കറക്റ്റ് കറങ്ങുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതിന് തുരുമ്പ് പോയ കണ്ട് അടിയിൽ നോക്കുമ്പോൾ അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിൻ്റെ ഈ അടിഭാഗത്തേക്ക് ഇത് കണക്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് ഓയിലാക്കി കൊടുത്തു. അപ്പോൾ സംഭവം സ്മൂത്തായി. സംഭവം സ്മൂത്താണ്. മറ്റേത് ഒരു സൈഡിക്ക് ഫ്രണ്ടിക്ക് മാത്രമേ പോയിന്നുള്ളൂ, ബാക്കിക്ക് വന്നിട്ടില്ല. എന്താ സ്റ്റെക്ക് പോലെ. ഞാൻ നമുക്ക് എന്താ ചെയ്യുക, ഡ്രസ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട് സാമ്പിള്, അത് കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇട്ടോട്ടോ, നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട്. സാധനം ഉണങ്ങി കേട്ടോ, സംഭവം ഓക്കെ ആയി. അപ്പോൾ സംഭവമൊക്കെ റെഡി കേട്ടോ, ഓഫ് ആക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമ്മളിതിൽ ബാക്ക് ഭാഗം ബോഡി കഴിക്കണം. അത് കഴിച്ച് നോക്കിയാൽ വയർ വിട്ടേക്കണോ ക്യാബ് വിട്ടേക്കണോ നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രയറിനെ കംപ്ലൈൻറ്റ് വെച്ചെങ്കിൽ ഇത് സ്റ്റക്കാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഇതൊരു ഭാഗത്തേക്ക് ആക്കിയിട്ട് കുറച്ച് ഓയിൽ അടിയിലിട്ടെടുക്കുക. അല്ലെങ്കിൽ കഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് നെറ്റ് പോയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് ഇത് നൂലെടുക്കുക, എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ വരാനില്ല. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു പണികൾ ചെയ്യാണ്ട്, ഇതിൻ്റെ ഏതായാലും നമ്മൾ കഴിച്ച സ്ഥിതിക്ക് ഇതിൽ ചളി കുടിക്കാൻ നോക്കിയെങ്കിൽ നമുക്ക് ചളിയൊക്കെ വൃത്തിയാക്കി കേട്ടോ. ചളി ഉണ്ടെങ്കിൽ നമുക്ക്
ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് ചളി കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കുന്നത് നല്ലതാണ്. അല്ലേ? അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഇവിടെ റെഡി ഉണ്ട് കേട്ടോ. നമ്മൾ കമ്പനിയോടെ പരീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരമാകട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.